ന്യൂസ് ടോൺ റിപ്പോർട്ടർ. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെ ഒടുവിൽ അനുനയിപ്പിച്ചിരിക്കുന്നു. ഇന്ന് യൂത്ത് വാക്ക് എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് വിജിൽ മോഹൻ. നേരത്തെ ഷാഫി പറമ്പിൽ പങ്കെടുത്ത പരിപാടിയിൽ നിന്നും വിജിൽ മോഹൻ വിട്ടുനിന്നിരുന്നു. ടി കെ ഗോവിന്ദന്റെ പ്രചരണ പരിപാടികളിൽ വിജിൽ മോഹനെ കാണാതായത് വലിയ വിവാദമായി മാറിയ സാഹചര്യത്തിലാണ് വിജിൽ മോഹനെ ഇപ്പോൾ അനുനയിപ്പിച്ചിരിക്കുന്നത്. അർജുൻ കല്യാൺ ചേരുന്നു നമുക്കൊപ്പം. അർജുൻ കല്യാൺ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ കല്യാൺ, വിജിൽ മോഹനെ പ്രചരണ രംഗത്തേക്ക് ഇറക്കി അല്ലേ? കോൺഗ്രസിന് അത് സാധിച്ചു. ഇടഞ്ഞു നിന്ന വിജിൽ മോഹനെ അനുനയിപ്പിച്ചോ? ഇന്നു മുതൽ പ്രചരണ രംഗത്ത് ടി കെ ഗോവിന്ദന് വേണ്ടി വിജിൽ മോഹൻ വോട്ട് പിടിച്ചു തുടങ്ങുമോ? അർജുൻ കല്യാൺ. തീർച്ചയായിട്ടും ഇപ്പോൾ ടി കെ ഗോവിന്ദന്റെ പ്രചരണ പരിപാടിയിൽ തന്നെയാണ് നമ്മളുള്ളത്. ഈ വിജിൽ മോഹൻ ഇപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നത് വോക്ക് വിത്ത് ടി കെ ഗോവിന്ദൻ എന്ന പരിപാടിയിലാണ് വിജിൽ മോഹൻ പങ്കെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ടി കെ ഗോവിന്ദനെ സ്ഥാനാർത്ഥിയായി തൊട്ടുപിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച പരിപാടിയിലേക്ക് എത്താൻ അല്പം വൈകിപ്പോയോ? വൈകിട്ടില്ല. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഓരോ നിയോജക മണ്ഡലങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടെ ഞങ്ങളുടെ UDYFന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പരിപാടി മുൻകൂട്ടി ഫിക്സ് ചെയ്തതായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ ഇവിടെ ഇറങ്ങിയത്. ഇത്രയും വൈകിയത് എന്നുള്ള ചോദ്യം പല ഷാഫി പറമ്പിന്റെ റോഡ് ഷോയിൽ വിജിലിനെ കണ്ടില്ല, അതുപോലെ തന്നെ ഇന്നലെ ആന്തൂർ നിശ്ചയിച്ച പരിപാടിയിൽ വിജിലിനെ കണ്ടില്ല. അപ്പോൾ എല്ലാം വലിയ ചർച്ചയുണ്ട്. ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രചരണത്തിന് ഇറങ്ങേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ നിയോജക മണ്ഡലങ്ങളിലും പര്യടനത്തിനും പ്രകടനത്തിനും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ കാണുന്നതാണ്. മനഃപൂർവ്വമായി വൈകിയതല്ല. പാർട്ടി ഇവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞ സമയം മുതൽ 24 മണിക്കൂറും ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ സജീവമായി രംഗത്തുണ്ട്. വ്യക്തിപരമായി മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ പോകേണ്ട തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വിജിൽ കൂടി ഇപ്പൊ പ്രചരണത്തിലെത്തുക, വിജിൽ മോഹനൻ കൂടി പ്രചരണത്തിലേക്ക് നല്ല തോതിൽ നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ എല്ലാം പ്രവർത്തകന്മാർ വളരെ ആവേശത്തോടെ പ്രചരണ രംഗത്തിറങ്ങി. എന്തായാലും വലിയ ആവേശത്തിൽ തളിപ്പറമ്പിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ കൂടി പ്രചരണത്തിലേക്ക് എത്തുമ്പോൾ ആവേശം ഇരട്ടിയാവുന്നു എന്നുള്ളതാണ് ടി കെ ഗോവിന്ദൻ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നേതൃത്വം അനുനയത്തിന്റെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ അനുനയിപ്പിച്ച് വിജിൽ മോഹനെ ഈ പരിപാടിയുടെ ഭാഗമാക്കിയിരിക്കുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഒരുമിച്ച് നടത്തുന്ന യൂത്ത് വാക്ക് എന്ന പരിപാടിയിലാണ് വിജിൽ മോഹൻ എത്തുന്നത്. ഇന്നലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ നടന്ന ടി കെ ഗോവിന്ദന്റെ പര്യടനത്തിന് സമാപനത്തിന് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് വിജിൽ മോഹനെയാണ്. ആ വിജിൽ മോഹനൻ ഇന്നലെ ആ പരിപാടിക്ക് എത്തിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ചർച്ചയുണ്ടായിരുന്നു. എപ്പോഴെന്തായാലും വിജിൽ മോഹനൻ ടി കെ ഗോവിന്ദന്റെ പ്രചരണത്തിന് ഇനി തെരഞ്ഞെടുപ്പിന് കേവലം 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ 4 ദിവസം ബാക്കി നിൽക്കുകയാണ് വിജിൽ മോഹനൻ ഈ പ്രചരണത്തിന് വേണ്ടി തളിപ്പറമ്പിലേക്ക് എത്തുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. തളിപ്പറമ്പിൽ പ്രേക്ഷകരേറെ ടി കെ ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കാര്യം കോൺഗ്രസിൽ പ്രതിഭയുള്ള, കോൺഗ്രസിൽ തന്നെ പ്രവർത്തകരായിട്ടുള്ള, പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി ഇണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് 5 വർഷത്തിൽ ഒരിക്കലല്ലേ വരൂ. അപ്പോൾ ആ സീറ്റിന് വേണ്ടി ശ്രമിച്ച, സീറ്റ് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പേര് പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കെ പാർട്ടിക്ക് പുറത്തുനിന്ന് പാർട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കി വെച്ചത് പലർക്കും അമർഷമുണ്ടായിരുന്നു. അതാണ് വിജിൽ മോഹൻ അടക്കമുള്ളവർക്കും അമർഷമുണ്ടായിരുന്നത്. ഇപ്പോൾ വിജിൽ മോഹനെ കൂടി അനുനയിപ്പിച്ച് പ്രചരണ രംഗത്ത് സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്.